ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവർക്കും വിശേഷം? സ്റ്റോറീസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. കൃതിക, നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. നിൻ്റെ ഭാവി അമ്മായിയപ്പൻ എൻ്റെ സ്പായിൽ ഒരു മസാജിനായി ബുക്ക് ചെയ്തിട്ടുണ്ട്. രേഖ ആവേശത്തോടെ പറഞ്ഞു. കൃതിക ഞെട്ടിപ്പോയി. ഡാഡ് വന്നോ? ചേച്ചി ഇതെങ്ങനെ അറിഞ്ഞു? അവൾ അവിശ്വസനീയതയോടെ ചോദിച്ചു. രേഖ അടുത്തു വന്നിരുന്ന് വിശദീകരിച്ചു. എന്നോടാ നേപ്പാളി പെണ്ണാ പറഞ്ഞത്. അവക്കാണ് ബുക്കിംഗ് വന്നിരിക്കുന്നത്. എന്തോ വലിയ ബിസിനസ് ആവശ്യത്തിനായി ഇവിടുത്തെ വില്ലയിൽ വന്നതാ കക്ഷി. നിങ്ങളുടെ കല്യാണക്കാര്യം നേരിട്ട് പുള്ളിയോട് സംസാരിക്കാൻ ഇതിലും നല്ലൊരു അവസരം ഇനി കിട്ടില്ല മോളെ. കൃതിക ഒരു നിമിഷം ആലോചനയിലാണ്ടു. ഞാൻ ടിനുവിനോട് ഡാഡിനെക്കുറിച്ച് ചോദിക്കുമ്പോഴെല്ലാം ഡാഡി ബിസിയാണ്, ബിസിനസ് ട്രിപ്പിലാണെന്നൊക്കെയാണ് അവൻ പറയുന്നത്. പിന്നെ ഇവിടെ വന്നാൽ കൂടിയ 2 ദിവസം, അതിൽ കൂടുതൽ അദ്ദേഹം നിൽക്കില്ല. വലിയ തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട് സംസാരിക്കാൻ പോലും സമയം കിട്ടാറില്ല. എനിക്കറിയാം പെണ്ണേ, രേഖ അവളുടെ തോളിൽ തട്ടി പറഞ്ഞു. അവൻ അയാളെ പേടിയാ, എനിക്കുറപ്പാ. അതുകൊണ്ട് നീ തന്നെ മുൻകൈ എടുക്കുന്നതാകും നല്ലത്. പുളിങ്കൊമ്പാണ് കയ്യിൽ കിട്ടിയിരിക്കുന്നത് മോളെ, ഇത് വിട്ടുകളയരുത്. അതുകൊണ്ട് തന്നെയാണല്ലോ ചേച്ചി അവൻ പ്രപ്പോസ് ചെയ്തപ്പോൾ തന്നെ ഞാൻ ഉടനെ യെസ് പറഞ്ഞത്. കൃതിക ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേഖ പെട്ടെന്ന് ഗൗരവത്തിലായി. എടി, ഞാനൊരു ഐഡിയ പറഞ്ഞാൽ നീ കേൾക്കുവോ? എന്താ ചേച്ചി? കൃതിക ആകാംക്ഷയോട് ചോദിച്ചു. ആ നേപ്പാളി പെണ്ണിനോട് സംസാരിച്ച് നിനക്ക് വേണമെങ്കിൽ ആ മസാജ് സെഷൻ ഞാൻ സെറ്റ് ചെയ്ത് തരാം. നീ 2 ആഴ്ച എൻ്റെ കൂടെ ഈ സ്പായിൽ വന്നതല്ലേ, അതിൻ്റെ ട്രെയിനിങ് നിനക്കുണ്ടല്ലോ. കൃതികയുടെ കണ്ണുകൾ തിളങ്ങി. അത് ശരിയാ ചേച്ചി, അങ്ങനെയെങ്കിൽ എനിക്ക് കുറേ സമയം കിട്ടും. ഡാഡിനെ മസാജ് ചെയ്ത് റിലാക്സ് ആക്കി ആ മൂഡിൽ കാര്യം അവതരിപ്പിച്ചാൽ പുള്ളി സമ്മതിക്കാൻ സാധ്യതയുണ്ട്. രേഖ എന്നൊരു മുന്നറിയിപ്പ് എന്നോണം പറഞ്ഞു. അതുതന്നെ പ്ലാൻ. പക്ഷേ ഒരു ചൂടൻ ടൈപ്പാണ് ആള്. പുള്ളിക്ക് മസാജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മറ്റോ സ്പായിൽ പരാതി പറഞ്ഞാൽ ഞങ്ങളുടെ പണി പോയി കിട്ടും. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കൃതിക ആത്മവിശ്വാസത്തോടെ മറുപടി നൽകി. അങ്ങനെയൊന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം ചേച്ചി. എന്നാൽ ശരി, ഞാൻ വേഗം സ്പായിലേക്ക് പോട്ടെ. ഞാൻ അവിടുന്ന് വിളിക്കുമ്പോൾ നീ ഡ്രസ്സ് മാറി ഓയിലൊക്കെ എടുത്ത് നേരെ അയാളുടെ വില്ലയിലേക്ക് പൊക്കോ. റെഡിയായിരുന്നു. രേഖ വേഗത്തിൽ മുറിക്ക് പുറത്തേക്ക് നടന്നു. ആ മീറ്റിന് മുമ്പായി കൃതിക അതീവ ശ്രദ്ധയോടെയാണ് ഒരുങ്ങിയത്. അവളുടെ ഓരോ ചലനത്തിലും ഒരുതരം ആകാംക്ഷയും ആത്മവിശ്വാസവും നിറഞ്ഞു നിന്നു. ആദ്യം ആ താണു 10 അവൾ ആവി പറക്കുന്ന ചൂടുവെള്ളത്തിൽ ഒന്ന് കുളിച്ചു. ഷവറിൽ നിന്നുള്ള വെള്ളത്തുള്ളികൾ അവളുടെ ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങിയപ്പോൾ മനസ്സിനെ അലട്ടിയിരുന്ന പേടിയെല്ലാം ഒരു നിമിഷം കൊണ്ട് അലിഞ്ഞുപോയി. കുളി കഴിഞ്ഞ് ശരീരത്തിലെ ഈർപ്പം ടവൽ കൊണ്ട് ഒപ്പിയെടുത്ത ശേഷം അവൾ കണ്ണാടിക്ക് മുന്നിൽ നിന്നു. പിന്നെ കൈകളിലെയും കാലുകളിലെയും നഖങ്ങൾ അവൾ ഭംഗിയായി വെട്ടിമിനുക്കി. കൈവിരലുകളിൽ കടും ചുവപ്പ് നിറത്തിലുള്ള നെയിൽ പോളിഷ് അണിഞ്ഞപ്പോൾ അവളുടെ വെളുത്ത കൈകൾക്ക് അത് കൂടുതൽ ഭംഗി നൽകി. കാലിലെ നഖങ്ങളിലും അതേ നിറം തന്നെ അവൾ ശ്രദ്ധയോടെ പുരട്ടി. പിന്നെ ഐലൈനർ കൊണ്ട് കണ്ണുകൾക്ക് ചുറ്റും നല്ല കട്ടിയിൽ എഴുതി. കണ്ണുകളുടെ അറ്റത്ത് ഒരു ചെറിയ വാല് നീട്ടി വരച്ചത് അവൾക്കൊരു മാൻപേടെ മിഴിഭംഗി നൽകി. പിന്നെ തൻ്റെ ചെറിയ മുക്കുത്തി അവൾ ഒന്ന് തിരിച്ചു വെച്ചു. ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അത് നക്ഷത്രം പോലെ തിളങ്ങി. മുഖത്ത് നേർത്ത പൗഡറും ലൈറ്റ് ലിപ്സ്റ്റിക്കും ഇട്ടതോടെ അവൾ പൂർണ്ണമായും സുന്ദരിയായി മാറി. അടിവസ്ത്രങ്ങളുടെ കാര്യത്തിൽ അവൾക്ക് പ്രത്യേക നിർബന്ധം ഉണ്ടായിരുന്നു. തൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ അവ സഹായിക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. ഒരാഴ്ച മുമ്പ് ടിനു ഗിഫ്റ്റ് നൽകിയ അത്യാധുനിക ഡിസൈനിലുള്ള ലേസ് പിടിപ്പിച്ച ന്യൂ മോഡൽ ഇന്നർ ധരിച്ചു. അവൾക്കത് കൂടുതൽ സുരക്ഷിതത്വവും കംഫർട്ടും നൽകി. അതിന് മുകളിലായി ഇളം നീല നിറത്തിലുള്ള ഒരു സ്കിന്നി ഫിറ്റ് ബ്ലൂ ജീൻസ് അവൾ തിരഞ്ഞെടുത്തു. ഒപ്പം ശരീരവടവ് വ്യക്തമാക്കുന്ന വൃത്തിയുള്ള ഒരു വൈറ്റ് ടീഷർട്ടും കൂടി ധരിച്ചതോടെ അവളുടെ ലുക്ക് കംപ്ലീറ്റായി. കണ്ണാടിയിൽ നോക്കി സ്വന്തം പ്രതിബിംബത്തെ അവൾ ഒന്ന് പുഞ്ചിരിയോടെ നോക്കി. ആ നിമിഷം തൻ്റെ കാമുകൻ ടിനു പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. ഡാഡിന് പഴയ രീതിയിലുള്ള കുട്ടികളെക്കാൾ ഇഷ്ടം നല്ലോണം ഒരുങ്ങുന്ന ആത്മവിശ്വാസമുള്ള മോഡേൺ ടൈപ്പ് പെൺകുട്ടികളെയാണ്. പിന്നെ ഏത് വേഷത്തിലായാലും പെരുമാറ്റത്തിലായാലും ആ ഒരു സ്മാർട്ട്നെസ് പുള്ളി ശ്രദ്ധിക്കും. ടിനു പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണിത്.
താൻ തിരഞ്ഞെടുത്ത ഈ വെളുത്ത ടീഷർട്ടും നീല ജീൻസും പോളിഷ് ചെയ്ത നഖങ്ങളും കടുപ്പത്തിൽ എഴുതിയ കണ്ണുകളുമെല്ലാം ഡാഡിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു മോഡേൺ മരുമകളുടെ ലുക്ക് നൽകുന്നുണ്ടെന്ന് അവൾക്കുറപ്പായി. വെറുതെ ഒരു പെണ്ണുകാണൽ ചടങ്ങിൽ പോയി നിൽക്കുന്നതിനേക്കാൾ ഈ ഒരു വേഷത്തിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണുന്നത് കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് അവൾ വിശ്വസിച്ചു. അവൾ തൻ്റെ ഹാൻഡ് ബാഗും മസാജ് ഓയിൽ കിറ്റും എടുത്തു. പെട്ടെന്ന് അവളുടെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു. രേഖയുടെ മെസ്സേജാണ്. കൃതിക, ടൈമായി, പുള്ളി വില്ലയിൽ വെയിറ്റിംഗ് ആണ്, വേഗം ഇറങ്ങിക്കോ. ഒരു ദീർഘശ്വാസം എടുത്ത് കൃതിക ഫ്ലാറ്റിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. ആ വില്ല ഒരു സ്വപ്ന ലോകം പോലെയായിരുന്നു. ഇറ്റാലിയൻ മാർബിളുകൾ പാകിയ തറയും ചുവരുകളിൽ സ്വർണ്ണ നിറത്തിലുള്ള അലങ്കാരപ്പണികളും ആഡംബരത്തിൻ്റെ പൂർണ്ണ രൂപം വിളിച്ചോതി. വിശാലമായ ഹാളിൻ്റെ ഒരറ്റത്ത് ഗ്ലാസ് വാതിലുകൾക്കപ്പുറം നീല വെളിച്ചത്തിൽ തിളങ്ങുന്ന സ്വിമ്മിംഗ് പൂൾ. മുറിക്കുള്ളിൽ ചന്ദനത്തിരിയുടെയും വില കൂടിയ പെർഫ്യൂമിൻ്റെയും ഗന്ധം കലർന്നു നിന്നു. ഹാളിൻ്റെ മധ്യത്തിലായി കിടക്കുന്ന വലിയ കൗച്ചിൽ സാഗർ ഇരിക്കുകയായിരുന്നു. മകൻ ടിനു പറഞ്ഞതുപോലെ ഒരു ബിസിനസ്സുകാരൻ്റെ എല്ലാ ഗാംഭീര്യവും അയാളിലുണ്ട്. വെളുത്തൊരു ചെറിയ ബെർമൂഡ മാത്രമാണ് വേഷം. ജിമ്മിൽ പോയി ഉറപ്പിച്ചെടുത്ത ശരീരം, നെഞ്ചിലെ രോമക്കാടുകളും കൈകളിലെ മസിൽസും അയാളുടെ പൗരുഷം വിളിച്ചോതുന്നു. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ സ്കോച്ച് വിസ്കിയിൽ ഐസ് ക്യൂബുകൾ തമ്മിൽ മുട്ടി നേർത്ത ശബ്ദമുണ്ടാക്കി. ഓരോ സിപ്പും എടുക്കുമ്പോൾ അയാൾ ആ മുറിയിലെ നിശബ്ദത ആസ്വദിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കോളിംഗ് ബെല്ല് മുഴങ്ങിയത്. മസാജിനുള്ള പെൺകുട്ടി എത്തിയെന്നുറപ്പിച്ച സാഗർ ഗ്ലാസ് മേശപ്പുറത്തേക്ക് വെച്ച് പതുക്കെ എഴുന്നേറ്റ് വാതിലിലേക്ക് നടന്നു. സാഗർ വാതിൽ തുറന്നതും കണ്ടത് താൻ പ്രതീക്ഷിച്ച ആ നേപ്പാളി പെൺകുട്ടിയല്ല. മുന്നിൽ നിൽക്കുന്നത് ആറ്റൻ ചരക്കായ മറ്റൊരു പെൺകുട്ടി, കൃതിക. അയാളുടെ കണ്ണുകൾ വിടർന്നു. ഒരു നിമിഷം അയാൾ ശ്വാസം പിടിച്ച് നിന്നുപോയി. അയാളുടെ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു കയറി. ആ ഇടുങ്ങിയ വൈറ്റ് ടീഷർട്ടിനുള്ളിൽ ശ്വാസം മുട്ടി നിൽക്കുന്ന അവളുടെ അതിൻ്റെ ആ പുഷ്ടി അയാളെ അമ്പരിപ്പിച്ചു. ടീഷർട്ടിൻ്റെ നേർത്ത തുണിക്കിടയിലൂടെ അവളുടെ മേനി വടിവ് വ്യക്തമായിരുന്നു. അവളുടെ അരയന്ന അരക്കെട്ടും അതിൽ താഴെ നീല ജീൻസിനുള്ളിൽ മുറുകി നിൽക്കുന്ന കൊഴുത്ത പിന്നഴകും സാഗറിൻ്റെ ഉള്ളിൽ ഒരു തരം കാമത്തിൻ്റെ കനൽ കോരിയിട്ടു. ആ ജീൻസ് അവളുടെ തുടകളോട് അത്രമേൽ ഒട്ടി നിന്നിരുന്നു. കറുത്ത മഷി എഴുതിയ കണ്ണുകളും മൂക്കിലെ ചെറിയ കല്ലുവെച്ച മുക്കുത്തിയും തക്കാളി ചുണ്ടുകളും അവളെ ഒരു അപ്സരസിനെ പോലെ തോന്നിപ്പിച്ചു. സാഗറിൻ്റെ നോട്ടം അവളുടെ മുഖത്ത് നിന്നും വീണ്ടും മാറി പലയിടത്തിലേക്കും സഞ്ചരിച്ചു. തൻ്റെ മകൻ്റെ കാമുകിയാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിയാതെ ആ നിമിഷം അയാളിലെ പുരുഷൻ അവളുടെ ലാവണ്യത്തിൽ മയങ്ങിപ്പോയിരുന്നു. നീ? അയാളുടെ ശബ്ദത്തിൽ ഒരു തരം ഇടർച്ചയുണ്ടായിരുന്നു. കൃതിക തൻ്റെ കയ്യിലുള്ള ഓയിൽ കിറ്റ് മുറുക്കി പിടിച്ചു. അയാളുടെ കണ്ണുകളിലെ ആ നോട്ടം അവൾ ശ്രദ്ധിച്ചു. അത് ഭയത്തേക്കാൾ ഉപരി അവൾക്കൊരു തരം ആത്മവിശ്വാസമാണ് നൽകിയത്. തൻ്റെ സൗന്ദര്യം അയാളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞുവെന്ന് അവൾക്ക് മനസ്സിലായി. സർ, മസാജിനായി വന്നതാ, അവൾ വിനയത്തോടെ എന്നാൽ അണുപ്പം ചിണുങ്ങി പറഞ്ഞു. ഓ ഗുഡ്, മലയാളിയാണോ? എന്താ പേര്? സാഗർ തൻ്റെ കയ്യിലെ മധ്യ ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. അയാളുടെ നോട്ടം അവളുടെ വൈറ്റ് ടീഷർട്ടിനുള്ളിലേക്കായിരുന്നു. കൃതിക, അവൾ പതിഞ്ഞ സ്വരത്തിൽ മറുപടി നൽകി. നൈസ് നെയിം ആൻഡ് ബ്യൂട്ടിഫുൾ. അവളുടെ മുഖത്തെ മൂക്കുത്തിയിലേക്ക് നോക്കി അയാൾ അല്പം കുസൃതിയോടെ പറഞ്ഞു. താങ്ക്സ് സർ. കൃതിക ഒരു ചെറു പുഞ്ചിരിയോടെ തല താഴ്ത്തി. ആ നിൽപ്പ് തൻ്റെ വിനയത്തെ സാഗറിന് കൂടുതൽ വ്യക്തമായി കാട്ടിക്കൊടുക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. പെട്ടെന്ന് സാഗറിൻ്റെ മുഖത്ത് ഒരു സംശയം നിഴലിച്ചു. അവരെന്നെ സ്പായിലെ സ്റ്റാഫിൻ്റെ പേരും ഫോട്ടോസും ഒക്കെ കാണിച്ചിരുന്നു. ഞാനൊരു നേപ്പാളി പെണ്ണിനെയായിരുന്നു സെലക്ട് ചെയ്തത്. അവിടെ നിൻ്റെ ഫോട്ടോ കണ്ട ഓർമ്മയില്ലല്ലോ. കൃതിക ഒന്ന് പതറിയെങ്കിലും ഉടൻ തന്നെ സ്വയം നിയന്ത്രിച്ചു. സോറി സർ, അവർക്ക് ഇന്ന് രാവിലെ മുതൽ നല്ല പനിയാണ്, അതാ വരാത്തത്. അതുകൊണ്ട് മാനേജർ എന്നോട് വരാൻ പറഞ്ഞു. ഗുഡ്, സാഗർ ആവേശത്തോടെ പറഞ്ഞു. അയാൾ അവളെ തറപ്പിച്ചു നോക്കി. നേപ്പാളി പെൺകുട്ടി വരാത്തത് ഭാഗ്യമായെന്ന് സാഗർ മനസ്സിൽ ഉറപ്പിച്ചു. എന്തായാലും നന്നായി. ആ നേപ്പാളി പെണ്ണിനേക്കാൾ 10,000 മടങ്ങ് ചരക്കാണ് ഈ നിൽക്കുന്നത്. സാഗർ തൻ്റെ മനസ്സിനോട് പറഞ്ഞു.
അവളുടെ അരക്കെട്ടിൻ്റെ ഭംഗിയും മറ്റിടങ്ങളിലെ കൊഴുപ്പും അയാളെ വല്ലാതെ വശീകരിച്ച് കഴിഞ്ഞിരുന്നു. ഒരു മസാജിനപ്പുറം എന്തൊക്കെയോ അയാളുടെ ചിന്തകളിൽ ഓടിമറഞ്ഞു. വാ, അകത്തേക്ക് വരൂ. സാഗർ അവളെ മുറിക്കുള്ളിലേക്ക് ക്ഷണിച്ചു. അവൾ അകത്തേക്ക് നടക്കുമ്പോൾ പിറകിൽ നിന്നും അവളുടെ ചന്തികളുടെ ചലനം നോക്കി സാഗർ ഒരു നിമിഷം നിന്നുപോയി. ടിനുവിൻ്റെ കാമുകിയാണെന്ന് സത്യം അറിയാതെ സാഗർ തൻ്റെ മുന്നിലുള്ള ആ സൗന്ദര്യത്തെ പൂർണ്ണമായി നുകരാൻ തയ്യാറെടുക്കുകയായിരുന്നു. സാഗർ തൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിലെ മദ്യം ഒന്നുകൂടി ചുഴറ്റി കൃതികയെ നോക്കി കണ്ണിറുക്കി. അവളുടെ ഉടൽ വടിവുകളിലേക്ക് പടരുന്ന അയാളുടെ നോട്ടത്തിൽ വല്ലാത്തൊരു ലഹരിയുണ്ടായിരുന്നു. കൃതികയ്ക്കൊരു ഡ്രിങ്ക്സ് ഒഴിക്കട്ടെ, നല്ല ഒന്നാന്തര സ്കോച്ചാണ്, അയാൾ ക്ഷണിച്ചു. നോ സർ, ഞാൻ കഴിക്കില്ല, കൃതിക വിനയത്തോടെ നിരസിച്ചു. സാഗർ ഒന്ന് ചിരിച്ചു. വൈ? നമ്മുടെ ജീവിതം ഇത്രയൊക്കെയല്ലേ ഉള്ളൂ. ജീവിതം പരമാവധി എൻജോയ് ചെയ്യണം മോളെ, ആസ്വദിക്കാൻ പഠിക്കണം. അയാളുടെ വാക്കുകളിൽ ഒരു തരം പ്രലോഭനം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അയാളുടെ നോട്ടം തന്നെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ കൃതിക വിഷയം മാറ്റാൻ ശ്രമിച്ചു. സർ, മസാജ് ടേബിൾ എവിടെയാ? അകത്തേക്ക് വാ. സാഗർ അവളെയും കൂട്ടി വലിയ ഹാളിനോട് ചേർന്നുള്ള മറ്റൊരു വിശാലമായ മുറിയിലേക്ക് നടന്നു. ആ മുറിയിലേക്ക് കാലെടുത്ത് വെച്ച കൃതിക ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അതൊരു സാധാരണ മുറിയായിരുന്നില്ല. മങ്ങിയ വെളിച്ചവും സുഗന്ധവും നിറഞ്ഞ ഒരു സ്വകാര്യ ആർഭാട മുറി പോലെയായിരുന്നു അത്. മുറിയുടെ നടുവിലായി അവൾ പ്രതീക്ഷിച്ചതുപോലെ ഉയരമുള്ളൊരു മസാജ് ടേബിൾ ഉണ്ടായിരുന്നില്ല. പകരം തറയിൽ വിരിച്ച നിലയിലുള്ള ഒരു ഫ്ലോർ മസാജ് മാട്രസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ലെതർ കൊണ്ട് മൂടിയ ആ മെത്തയ്ക്ക് തറയിൽ നിന്നും വെറും 8 ഇഞ്ച് ഉയരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മസാജ് ബെഡിനേക്കാൾ വീതിയുള്ളതും അതീവ മൃദുവുമായിരുന്നു. ഉയരമുള്ളൊരു ടേബിൾ ആയിരുന്നെങ്കിൽ അവൾക്ക് മസാജ് അരികിൽ നിന്ന് ചെയ്യാമായിരുന്നു. എന്നാൽ അതിൻ്റെ കുറവ് കണ്ടപ്പോൾ അവളുടെ ഉള്ളൊന്ന് പിടഞ്ഞു. ഇതിൻ്റെ നടുവിൽ അയാൾ മലർന്നു കിടന്നാൽ മസാജ് ചെയ്യാൻ അവൾക്ക് ആ മെത്തയിലേക്ക് കയറിയിരിക്കേണ്ടി വരും. തൻ്റെ ടൈറ്റ് ജീൻസും ടീഷർട്ടും ധരിച്ച് അയാളുടെ അടുത്തായി ബെഡിന് മുകളിൽ മുട്ടുകുത്തിയിരുന്ന് മസാജ് ചെയ്യുന്ന അവസ്ഥ അവൾ ഓർത്തു. അവളുടെ ശരീരവും തുടകളും അയാളുടെ ശരീരത്തോട് അത്രമേൽ അടുത്തിരിക്കേണ്ടി വരും. സാഗറിൻ്റെ നോട്ടം ഇപ്പോൾ അവളുടെ പരിഭ്രമ മുഖത്തിലേക്കായിരുന്നു. ഇവിടെയാണ്, ഇവിടെ കിടന്നാലേ എനിക്കൊരു സുഖം കിട്ടൂ, സാഗർ കുസൃതിയോടെ പറഞ്ഞു. തൻ്റെ ഭാവി അമ്മായിയപ്പൻ്റെ ശരീരത്തോട് ഇത്രയും ചേർന്നിരിക്കേണ്ടി വരുമെന്ന ചിന്ത കൃതികയിൽ ഒരേ സമയം പേടിയും വല്ലാത്തൊരു ഉദ്വേഗവും നിറച്ചു. പക്ഷെ ഇനി പിന്മാറാൻ കഴിയില്ല. അവൾ തൻ്റെ കയ്യിലിരുന്ന ഓയിൽ കുപ്പി മുറുക്കി പിടിച്ചുകൊണ്ട് ആ മെത്തയ്ക്കരികിലേക്ക് നീങ്ങി. സാഗർ പതുക്കെ ആ വെള്ള ലെതർ മെത്തയിലേക്ക് കയറി കിടന്നുകൊണ്ട് തൻ്റെ ശരീരം ചായ്ച്ചു. 8 ഇഞ്ച് കനമുണ്ടായിരുന്ന ആ ബെഡ് അയാളുടെ ഉറച്ച ശരീരഭാഗം താങ്ങാനാവാതെ താഴേക്കമർന്നു. ആ മെത്തയുടെ മുകൾ ഭാഗം ഒരു പ്രത്യേക തരം വൈറ്റ് ലെതർ ഫിനിഷായിരുന്നു. ഒട്ടും പരുക്കനല്ലാത്ത വെണ്ണ പോലെ മിനുസമുള്ള പ്രതലം. അതിൽ ഓയിൽ വീണാൽ വഴുതി കളിക്കുമെന്ന് കൃതികയ്ക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. സാഗർ നിവർന്നു കിടന്നുകൊണ്ട് കണ്ണുകൾ അടച്ചു. തുടങ്ങിക്കോ, അയാൾ താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു. കൃതിക ശ്വാസം അടക്കി പിടിച്ച് ആ മെത്തയിലേക്ക് കാലെടുത്ത് വെച്ചു. അവൾ പതുക്കെ മുട്ടുകുത്തി അയാളുടെ ഇടുപ്പിനടുത്തായിരുന്നു. എന്നാൽ അവൾ ധരിച്ചിരുന്ന ആ സ്കിന്നി ഫിറ്റ് ബ്ലൂ ജീൻസ് വല്ലാതെ ടൈറ്റായിരുന്നു. മുട്ടുകുത്തിയിരുന്നപ്പോൾ ജീൻസ് അവളുടെ തുടകളിലും ബാക്കിലും വല്ലാതെ മുറുകി. അവളുടെ ഓരോ ചലനവും ബുദ്ധിമുട്ടേറിയതായി മാറി. വസ്ത്രം ശരീരത്തോട് അത്രമേൽ ഒട്ടി നിൽക്കുന്നത് അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത നൽകി. അവൾ പതുക്കെ തൻ്റെ ബാഗിൽ നിന്നും മസാജ് ഓയിൽ കുപ്പി പുറത്തെടുത്തു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ആ കുപ്പി തുറന്നു. സാഗറിൻ്റെ വിരിഞ്ഞ നെഞ്ചിലേക്കും വയറിലേക്കും അവൾ സുഗന്ധമുള്ള ആ എണ്ണ ഒഴിച്ചു. വെളുത്ത ലെതർ ബെഡിലെ വെളിച്ചത്തിൽ സാഗറിൻ്റെ ദേഹത്ത് പടർന്ന ഓയിൽ തിളങ്ങാൻ തുടങ്ങി. എണ്ണയുടെ വഴുപ്പും തൻ്റെ ടൈറ്റ് ജീൻസിൻ്റെ മുറുക്കവും കാരണം അവൾക്ക് ബാലൻസ് കിട്ടാൻ പ്രയാസമായിരുന്നു. തൻ്റെ ശരീരം അയാളുടെ ശരീരത്തോട് വല്ലാതെ അടുത്ത് നിൽക്കുന്നതും തൻ്റെ നിതംബം ജീൻസിനുള്ളിൽ വിങ്ങി നിൽക്കുന്നതും സാഗർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ തൻ്റെ മൃദുവായ കൈകൾ സാഗറിൻ്റെ ഓയിൽ പുരട്ടിയ നെഞ്ചിൽ അമർത്തി വെച്ചു. ആദ്യത്തെ സ്പർശനത്തിൽ തന്നെ സാഗറിൻ്റെ ശരീരത്തിൽ ഒരു വിറയൽ പടരുന്നത് അവൾ അറിഞ്ഞു.
കൃതികയുടെ കൈകൾ സാഗറിൻ്റെ കരുത്തുറ്റ നെഞ്ചിലെ എണ്ണമയത്തിലൂടെ തെന്നി നീങ്ങി. എന്നാൽ മുട്ടുകുത്തിയിരിക്കുന്ന ആ വഴുക്കുന്ന ലെതർ മെത്തയിൽ ബാലൻസ് നിലനിർത്താൻ അവൾ നന്നേ പാടുപെട്ടു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി അവളുടെ കൈ വഴുതി സാഗറിൻ്റെ മറുഭാഗത്തേക്ക് അമർന്നു. ആ ആഘാതത്തിൽ അവളുടെ ശരീരം ഒന്നാകെ അയാളിലേക്കൊന്ന് ചരിഞ്ഞു. സാഗർ പതുക്കെ കണ്ണു തുറന്നു. അയാളുടെ നോട്ടത്തിൽ പഴയ ആ കുസൃതി ആയിരുന്നില്ല, മറിച്ച് ഒരു തരം ഗാംഭീര്യവും അധികാരവുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുപറ്റി, ബാലൻസ് കിട്ടുന്നില്ലേ? അയാളുടെ ശബ്ദം അല്പം കടുത്തു. സോറി സർ, ഞാൻ വിചാരിച്ചത് ഒരു മസാജ് ടേബിൾ ആയിരിക്കുമെന്നാണ്. അതാ ഞാൻ ഈ ജീൻസ് ധരിച്ചത്. ഈ മെത്തയിലിരിക്കുമ്പോൾ ഡ്രസ്സ് വല്ലാതെ മുറുകുന്നു, കൃതിക പറഞ്ഞു. സാഗർ തൻ്റെ ശിരസ് അല്പം ഉയർത്തി അവളെ ആപാദചൂടൻ നോക്കി. ഓ കൂൾ, ആ ജീൻസ് ഊരിയ ആ പ്രോബ്ലം മാറില്ലേ? നിനക്ക് കംഫർട്ടബിളായി ഇരുന്ന് ചെയ്തുകൂടെ? കൃതിക ഞെട്ടിപ്പോയി. സർ, അത്... സാഗർ പെട്ടെന്ന് ബെഡിൽ പകുതി എഴുന്നേറ്റിരുന്നു. അയാളുടെ മുഖത്ത് ദേഷ്യം നിഴലിച്ചു. കമോൺ കൃതിക, സാധാരണ മസാജിന് വരുമ്പോൾ മസാജർമാരൊരു പ്രത്യേക യൂണിഫോം ധരിക്കാറുണ്ട്. നീ അതുപോലും കരുതിയിട്ടില്ല. സംതിങ് ഈസ് റോങ്. നീ ശരിക്കും ഒരു മസാജർ തന്നെയാണോ? അതെ സാർ, പക്ഷേ... കൃതികയുടെ ശബ്ദം പേടികൊണ്ടിടറി. ആ ജീൻസ് അങ്ങ് ഊരി മാറ്റൂ, അതിട്ടുകൊണ്ട് മസാജ് ചെയ്യാൻ പറ്റില്ല. കൃതിക വിറച്ചു. ഇന്നർ മാത്രം ഇട്ട് അയാളുടെ മുന്നിൽ നിൽക്കുക എന്നത് ചിന്തിക്കാൻ പോലും വയ്യാത്ത കാര്യമായിരുന്നു. അവൾ വിക്കി ചോദിച്ചു, സർ, എനിക്കിടാൻ പറ്റുന്ന വേറെ വസ്ത്രം വല്ലതും ഇവിടെ ഉണ്ടോ? ഇതെങ്ങനെ ഊരിയിട്ട് എന്തോ പോലെ. സാഗർ ഒന്ന് പരിഹാസത്തോടെ ചിരിച്ചു. നോക്ക് കൃതിക, ഞാനൊരു ബിസിനസ്മാനാണ്. വല്ലപ്പോഴും മാത്രമാണ് ഞാനിവിടെ വരാറ്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ത്രീകൾക്കിടാൻ പറ്റുന്ന ഡ്രസ്സുകളൊന്നും ഉണ്ടാകില്ല. അയാൾ പറഞ്ഞത് കള്ളമാണെന്ന് കൃതികയ്ക്ക് അപ്പോൾ തന്നെ മനസ്സിലായി. ഇത്രയും വലിയൊരു വില്ലയിൽ ഒരു ടവൽ പോലും ഇല്ലെന്ന് പറഞ്ഞാൽ അതാര് വിശ്വസിക്കാനാണ്? എങ്കിലും അവൾ ഒന്നുകൂടി ശ്രമിച്ചു നോക്കി. സർ, ഒരു ടവലെങ്കിലും തരാമോ? അത് ചുറ്റിയാൽ മതിയായിരുന്നു. നോ, അതൊന്നും ശരിയാവില്ല, സാഗർ കടുപ്പത്തിൽ പറഞ്ഞു. ഓയിൽ പറ്റിയാൽ ചവൽ ചീത്തയാകും. തൻ്റെ ഭാവി അമ്മായിയപ്പൻ ഇത്രയും ദേഷ്യക്കാരനായൊരു മനുഷ്യനാണെന്ന് അവൾ നേരത്തെ അറിഞ്ഞിരുന്നില്ല. തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാൻ വേണ്ടി അയാൾ മനഃപൂർവ്വം ഓരോ കാരണങ്ങൾ പറയുകയാണെന്ന് അവൾക്ക് ബോധ്യമായി. അപ്പോഴേക്കും സാഗർ തൻ്റെ ഇരിപ്പ് ഒന്ന് ശരിയാക്കി കുറച്ചുകൂടെ ഗൗരവത്തോടെ അവളെ നോക്കി. അയാളുടെ സ്വരത്തിൽ ഒരു കമാൻഡിങ് പവർ ഉണ്ടായിരുന്നു. ഒരു ബിസിനസ് സാമ്രാജ്യം ഭരിക്കുന്ന ഒരാളുടെ ആജ്ഞാശക്തിയോടെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. Then take off those pants. If it is bothering your work, get rid of it. I have paid for a professional service, not for some amateur struggling with her outfit. Be professional, Kritika. അയാളുടെ ആ ഇംഗ്ലീഷ് ശൈലിയിലുള്ള പരുക്കൻ സംസാരം കേട്ടപ്പോൾ കൃതികയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവൾ വിചാരിച്ചതുപോലെ അല്ല കാര്യങ്ങൾ നീങ്ങുന്നത്. സ്നേഹത്തോടെ സംസാരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാമെന്ന അവളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. തൻ്റെ ഭാവി അമ്മായിയപ്പൻ്റെ മുന്നിൽ ഞെട്ടി വിറച്ചുകൊണ്ട് വല്ലാതെ തളർന്നവളിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരു ദേഷ്യക്കാരനായ ക്ലയൻറ്റിൻ്റെ കാർക്കശ്യമുണ്ട്. ആ അധികാരത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം ഉരുകിപ്പോയി. ഇപ്പോൾ കല്യാണക്കാര്യം പറഞ്ഞാൽ എല്ലാം കുളമാകുമെന്ന് അവൾക്കുറപ്പായി. അയാളുടെ ദേഷ്യം മാറ്റണമെങ്കിൽ അയാൾ പറയുന്ന അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് അവൾക്ക് തോന്നി. സർ, ഐ ആം സോറി, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഡോണ്ട് ജസ്റ്റ് സേ സോറി. ആ ജീൻസ് കാരണം നിനക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് മാറ്റൂ. ഐ വാണ്ട് എ ഗുഡ് മസാജ്, ദാറ്റ്സ് ഇറ്റ്, സാഗർ വീണ്ടും കൽപ്പിച്ചു. സാഗറിൻ്റെ ദേഷ്യത്തോടെയുള്ള വാക്കുകൾക്ക് മുന്നിൽ മറ്റൊരു വഴിയില്ലാതെ കൃതിക വിറയ്ക്കുന്ന കൈകളോടെ തൻ്റെ ജീൻസിൻ്റെ ബട്ടണിൽ പിടിച്ചു. ആ മുറിയിൽ എയർ കണ്ടീഷൻ തണുപ്പിലും അവൾ വിയർക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ ജീൻസിൻ്റെ സിപ്പ് താഴ്ത്തി. ആ ശബ്ദം ആ നിശബ്ദമായ മുറിയിൽ വ്യക്തമായി കേൾക്കാമായിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് അവൾ ആ ടൈറ്റ് ജീൻസ് തൻ്റെ അരക്കെട്ടിലൂടെ താഴേക്ക് പതുക്കെ വലിച്ചു. ഓരോ ഇഞ്ചും താഴേക്ക് നീങ്ങും തോറും അവളുടെ വെളുത്തു കൊഴുത്ത തുടകൾ സാഗറിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ തെളിഞ്ഞു നിന്നു. ജീൻസ് കാലുകളിൽ നിന്ന് പൂർണ്ണമായും മൂരി മാറ്റിയപ്പോൾ കറുത്ത ലേസ് പിടിപ്പിച്ച ആ ന്യൂ മോഡൽ ഷോർട്സിൽ വിങ്ങി നിൽക്കുന്ന അവളുടെ ശരീരഭംഗി സാഗറിനെ അമ്പരിപ്പിച്ചു.
അവളുടെ കൊഴുത്ത കാലുകളും പിന്നിലെ പുഷ്ടിയും കണ്ടപ്പോൾ സാഗറിൻ്റെ ദേഷ്യം എവിടെയോ പോയി മറഞ്ഞു. പകരം അയാളുടെ ഉള്ളിൽ കാമത്തിൻ്റെ ഒരു വലിയ തിരമാല തന്നെ അടിച്ചു കയറി. അയാളുടെ കണ്ണുകൾ ഇപ്പോൾ കൃതികയുടെ മുഖത്തല്ല, മറിച്ച് അവളുടെ ആ കൊഴുത്ത ഉടലിലായിരുന്നു. അവളുടെ നഗ്നമായ തുടകളും ഇന്നറിൽ മുറുകി നിൽക്കുന്ന അതിൻ്റെ ആകാരഭംഗിയും കണ്ടപ്പോൾ അയാളുടെ ശ്വാസം വേഗത്തിലായി. ഒരു മസാജറിൽ നിന്നും ഇത്രയും ലാവണ്യമുള്ളൊരു രൂപം അയാൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. തൻ്റെ മുന്നിൽ ഈ രീതിയിൽ നിൽക്കുന്ന ഭാവി മരുമകളുടെ, അതയാൾക്കറിയില്ലെങ്കിലും ആ വശ്യമായ രൂപം കണ്ടതും സാഗറിൻ്റെ കൊമ്പൻ ഉണർന്നു. അയാളിൽ വന്ന മാറ്റങ്ങൾ കൃതികയ്ക്കും വ്യക്തമായി കാണാമായിരുന്നു. തൻ്റെ മുന്നിൽ വിറച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ എങ്ങനെയും കിട്ടണമെന്ന മോഹം അയാളുടെ ഉള്ളിൽ പുകഞ്ഞു കയറി. മദ്യത്തിൻ്റെ ലഹരിയേക്കാൾ വലിയൊരു ലഹരി ആ ചരക്കിനെ നോക്കുമ്പോൾ സാഗറിന് അനുഭവപ്പെട്ടു. ഗുഡ്, നൗ യു ലുക്ക് മോർ കംഫർട്ടബിൾ, സാഗർ പതുക്കെ പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ഇപ്പോൾ ദേഷ്യമില്ല, മറിച്ച് വല്ലാത്തൊരാർത്തിയായിരുന്നു പ്രകടമായിരുന്നത്. കൃതികയുടെ ഉള്ളിൽ ഭയം വർദ്ധിച്ചു. തൻ്റെ അമ്മായിയപ്പൻ്റെ ബോഡി ലാംഗ്വേജിൽ വന്ന ആ മാറ്റം കണ്ടപ്പോൾ അവൾക്കാകെ തളർച്ച തോന്നി. പക്ഷേ ഇപ്പോൾ താൻ കാര്യം പറഞ്ഞ ഒരിക്കലും ഈ കല്യാണം നടക്കാൻ ചാൻസ് ഇല്ല. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ മസാജ് തുടങ്ങിയല്ലാതെ അവൾക്ക് മറ്റു വഴികളില്ലായിരുന്നു. സാഗറിൻ്റെ അധികാരത്തിന് മുന്നിൽ മറ്റൊരു വഴിയുമില്ലാതെ ആ കുട്ടി നിക്കർ ധരിച്ചുകൊണ്ട് കൃതിക വീണ്ടും ആ മെത്തയിലേക്ക് മുട്ടുകുത്തി കയറി. അവളുടെ വെളുത്ത തുടകൾ ആ ലെതർ ബെഡിൽ അമർന്നു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ വീണ്ടും ഓയിൽ കുപ്പിയെടുത്തു. സാഗറിൻ്റെ വിയർത്ത നെഞ്ചിലേക്കും വയറിലേക്കും അവൾ പതുക്കെ എണ്ണയൊഴിച്ചു. തൻ്റെ കൈകൾ അയാളുടെ ദേഹം തമർത്തി അവൾ മസാജ് ചെയ്യാൻ തുടങ്ങി. അവൾ കുനിഞ്ഞ് മസാജ് ചെയ്യുമ്പോൾ അവളുടെ വൈറ്റ് ടീഷർട്ട് പതുക്കെ മുകളിലേക്ക് ഉയർന്നു. ആ ചലനത്തിൽ അവളുടെ കൊഴുത്ത വയറും പൊക്കിൾ ചുഴിയും സാഗറിൻ്റെ കൺമുന്നിൽ തെളിഞ്ഞു. പൊക്കിളിന് താഴെ ഷോർട്സിന് മുകളിലായി അരക്കെട്ടിൽ ചുറ്റിക്കിടക്കുന്ന ആ ചെറിയ നൂല് പോലെയുള്ള അരഞ്ഞാണം കണ്ടപ്പോൾ സാഗറിൻ്റെ നിയന്ത്രണം പാടെ തെറ്റി. അയാൾ തൻ്റെ കൈകൾ നീട്ടി അവളുടെ വയറിൽ മുറുക്കി പിടിച്ചു. കൃതിക ഒന്ന് ഞെട്ടിപ്പോയി. അവളുടെ കൈകൾ നിശ്ചലമായി. സാഗർ തൻ്റെ കൈകൾ പതുക്കെ താഴേക്ക് ചലിപ്പിച്ചു. അവളുടെ ഷോർട്സിൻ്റെ ഇലാസ്റ്റിക് ഭാഗത്ത് വിരലുകൾ തൊട്ടു. വാവ്, സാഗർ മന്ത്രിച്ചു. അയാളുടെ കണ്ണുകളിൽ ആവേശമായിരുന്നു. കൃതിക, നിനക്കറിയാവോ, ഇതെൻ്റെ കമ്പനി ഡിസൈൻ ചെയ്തതാ. ഇതിൻ്റെ ലോഞ്ചിങ്ങിനായി വലിയ മോഡലുകളെ വെച്ച് ഞങ്ങൾ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ട്. പക്ഷെ സത്യം പറയാം, ആ മോഡലുകളെക്കാളും എത്രയോ ഇരട്ടി ഭംഗിയുണ്ട് നീ ഇത് ധരിച്ചപ്പോൾ കാണാൻ. അയാൾ ഷോർട്സിൻ്റെ അരികുകളിലൂടെ വിരലൊടിച്ചു. ഇതിൻ്റെ ലേസ് വർക്ക് നോക്ക്, ഇത് സ്പെഷ്യൽ മെറ്റീരിയലാണ്. ഇത് ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. അയാൾ അതിൻ്റെ ഓരോ ഭാഗവും തൊട്ട് കാണിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണത്തെക്കുറിച്ച് സ്കൂൾ മാഷ് ക്ലാസ് എടുക്കുന്ന പോലെ വിവരിക്കാൻ തുടങ്ങി. തൻ്റെ അമ്മായിയപ്പനാകാൻ പോകുന്ന ഒരാൾ തൻ്റെ അടിവസ്ത്രത്തെക്കുറിച്ച് ഇത്രയും വിശദമായി സംസാരിക്കുകയും അതിൽ സ്പർശിക്കുകയും ചെയ്യുന്നത് അവളെ മാനസികമായി തളർത്തി. അത് ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്നും സ്വയം മോചിതയാകാൻ ശ്രമിച്ചുകൊണ്ട് കൃതിക വീണ്ടും മസാജിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. പക്ഷേ സാഗറിൻ്റെ മനസ്സിൽ മറ്റ് ചിലതായിരുന്നു നടന്നിരുന്നത്. അവളുടെ കൊഴുത്ത ശരീരം അയാളിലെ പുരുഷനെ അത്രമേൽ ഉണർത്തിയിരുന്നു. അവൾ കുനിഞ്ഞു നിന്ന് അയാളുടെ തോളുകൾ മസാജ് ചെയ്യുന്നതിനിടെ സാഗർ തൻ്റെ കൈകൾ പതുക്കെ അവളുടെ അരക്കെട്ടിന് താഴേക്ക് കൊണ്ടുപോയി. കൃതിക ഒന്ന് ശ്വാസം പിടിച്ചു നിന്ന നിമിഷം അയാളുടെ കൈകൾ അവളുടെ പിന്നിൽ അമർന്നു. സർ, അവൾ വിക്കി. കൂൾ കൃതിക, ഈ ഷോർട്സിൻ്റെ ബാക്ക് ഡിസൈൻ താൻ കണ്ടോ? അയാൾ ആ തുണിയിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ ലഹരി പടർന്നിരുന്നു. സ്ത്രീകളുടെ ശരീരത്തിൽ ഇതിത്ര കൃത്യമായി ഒട്ടിക്കിടക്കാൻ എൻ്റെ ഡിസൈനർമാർ മാസങ്ങളോളം കഷ്ടപ്പെട്ടതാണ്. സാധാരണ ഇത്തരം വസ്ത്രങ്ങൾ ശരീരത്തെ വെറുതെ പൊതിഞ്ഞു പിടിക്കുകയുള്ളൂ. എന്നാൽ ഇതങ്ങനെയല്ല. ഇതിൻ്റെ ഓരോ നൂലും സ്ത്രീയുടെ ശരീരഭംഗിയെ എടുത്തു കാണിക്കാൻ വേണ്ടി നിർമ്മിച്ചതാണ്. അയാൾ അവളുടെ ഷോർട്സിൻ്റെ വശങ്ങളിൽ കൈകൾ അമർത്തി തുണിയുടെ ഇലാസ്റ്റിക് പരിശോധിക്കുന്നത് പോലെ തടവി. കണ്ടോ, നീയൊന്ന് അനങ്ങുമ്പോൾ പോലും ഈ തുണി നിൻ്റെ ദേഹത്തോട് എത്രത്തോളം ഒട്ടി നിൽക്കുന്നുണ്ടെന്ന്. ഒരു പെണ്ണിൻ്റെ ആകാരഭംഗി അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കാൻ ഈ മെറ്റീരിയൽ സഹായിക്കും. ഫോട്ടോഷൂട്ടിൽ പോലും എനിക്ക് ഇത്രയും സാറ്റിസ്ഫാക്ഷൻ തോന്നിയിട്ടില്ല.
സാഗർ പൂർണ്ണമായി സ്വാതന്ത്ര്യം എടുത്തുകൊണ്ട് ആ തുണിയുടെ ക്വാളിറ്റിയെക്കുറിച്ചും അത് പെണ്ണുടലിന് നൽകുന്ന ഭംഗിയെക്കുറിച്ചും വിവരിക്കുമ്പോൾ കൃതിക ശരിക്കും മരവിച്ചുപോയി. തൻ്റെ ഭാവി അമ്മായിയപ്പൻ തൻ്റെ ശരീരത്തിൽ തഴുകി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അവൾക്ക് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല. കൃതികയുടെ ഉള്ളിൽ ഒരു വിറയൽ അലതല്ലി. നാണക്കേടും അതേസമയം സാഗറിൻ്റെ ആ ആധിപത്യത്തിന് മുന്നിലെ നിസ്സഹായതയും അവളെ ആ മെത്തയിൽ ഉരുക്കി തീർത്തു. താൻ ഒരുക്കിയ കെണിയിൽ താൻ തന്നെ വീണു പോയതുപോലെ അവൾക്ക് തോന്നി. ഈ സൈഡിൽ നിന്നും ഇങ്ങനെ തിരുമ്മിയാൽ എങ്ങനെ ശരിയാകും? സാഹർ അല്പം പരിഹാസത്തോടെ ചോദിച്ചു. കൃതിക പതറിപ്പോയി. പിന്നെ എങ്ങനെയാണ് സർ? അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ചോദിച്ചു. സാഗർ ഒന്ന് അമർത്തി ചിരിച്ചു. ഇതാ പറഞ്ഞത്, നീ ഒരു മസാജറാണോ എന്നെനിക്ക് നല്ല സംശയമുണ്ട്. സാധാരണ ഇത്തരം ഫ്ലോർ മസാജുകളിൽ മസാജർമാർ ആൾക്കാരുടെ മടിയിലേക്ക് കയറിയിരുന്ന മസാജ് ചെയ്യുക, എങ്കിലേ ആ പ്രഷർ കറക്റ്റായി കിട്ടൂ. നീ ഇങ്ങനെ ദൂരെ മാറി നിന്നാൽ എനിക്കൊന്നും ഫീൽ ചെയ്യില്ല. അയാളുടെ ആ നിർദ്ദേശം കേട്ട കൃതികയുടെ ഉള്ളിൽ ചിന്തകൾ കാട് കയറി. തൻ്റെ ഭാവി അമ്മായിയപ്പൻ്റെ വയറിനും തുടകൾക്കും മുകളിലായി ഷോർട്സ് മാത്രം ധരിച്ചുകൊണ്ട് കയറിയിരിക്കുക എന്നത് ചിന്തിക്കാൻ പോലും വയ്യ. പക്ഷെ അയാളുടെ ദേഷ്യം ഇപ്പോൾ കുറഞ്ഞു നിൽക്കുകയാണ്. ഈ പ്ലാൻ പൊളിയാതിരിക്കണമെങ്കിൽ അയാൾ പറയുന്നതനുസരിച്ചേ മതിയാവൂ. മറ്റ് വഴികളില്ലാതെ ഹൃദയമിടിപ്പ് ചെവിയിൽ മുഴങ്ങുന്നത് കേട്ടുകൊണ്ട് അവൾ പതുക്കെ മുന്നോട്ട് നീങ്ങി. സാഗറിൻ്റെ അരക്കെട്ടിലേക്ക് ഇരുന്നു കൊണ്ട് അവൾ തൻ്റെ മുട്ടുകൾ ബെഡിൽ വെച്ച് പതുക്കെ കയറിയിരുന്നു. അവൾ തന്ത്രപൂർവ്വം അല്പം പിന്നിലേക്ക് നീങ്ങി അയാളുടെ വയറിൻ്റെ താഴ്ഭാഗത്തോടടുത്തിരുന്നു. അവൾ തൻ്റെ കൈകൾ അയാളുടെ വിരിഞ്ഞ നെഞ്ചിലേക്ക് നീട്ടി മുകളിലേക്ക് പതുക്കെ തടവാൻ തുടങ്ങി. എണ്ണമയമുള്ള അയാളുടെ ശരീരത്തിൽ അവളുടെ കൈകൾ ചലിക്കുമ്പോൾ സാഗർ കണ്ണുകൾ അടച്ച് ഒരാശ്വാസ നിശ്വാസം വിട്ടു. അവളുടെ അരക്കെട്ടിൻ്റെയും തുടകളുടെയും ഭാരം തൻ്റെ ശരീരത്തിൽ അനുഭവപ്പെട്ടപ്പോൾ സാഗറിൻ്റെ മുഖത്ത് വല്ലാത്തൊരു സംതൃപ്തി പടർന്നു. കൃതികയാകട്ടെ തൻ്റെ ദേഹം അയാളുടെ മേലെ എത്രത്തോളം അമർന്നിരിക്കുന്നു എന്നോർത്ത് ലജ്ജിച്ചും സ്വയം ചമ്മിയും ഉരുകിയും ആ മസാജ് തുടർന്നു. സാഗറിൻ്റെ നെഞ്ചിലൂടെ കൈകൾ ആഞ്ഞു ചലിപ്പിക്കുമ്പോൾ കൃതികയുടെ വൈറ്റ് ടീഷർട്ട് അയാളുടെ എണ്ണമയമുള്ള ശരീരത്തിൽ ഉരസി വല്ലാതെ വലിയുന്നുണ്ടായിരുന്നു. സാഗറിൻ്റെ ശരീരത്തിൽ ഒഴിച്ച ഓയിൽ അവളുടെ ടീഷർട്ടിൻ്റെ താഴത്തെ അറ്റത്ത് പറ്റിപ്പിടിക്കാനും ആ വെളുത്ത തുണിയിലൂടെ അത് പടരാനും തുടങ്ങി. അവൾ കൈകൾ ഉയർത്തി അയാളുടെ തോളുകളിലേക്ക് ആഞ്ഞു തടവാൻ ശ്രമിച്ച നിമിഷം അവളുടെ ടീഷർട്ട് അല്പം കൂടി മുകളിലേക്ക് കയറി. ആ തക്കം നോക്കി സാഗർ തൻ്റെ കൈകൾ കൊണ്ട് അവളുടെ അരക്കെട്ടിൽ പിടിച്ചു. നോക്കൂ കൃതിക, നിൻ്റെ ഈ കോസ്റ്റ്ലി ടീഷർട്ട് മുഴുവൻ ഓയിലായി നശിക്കുകയാണ്. പോകുമ്പോൾ ഇടാനുള്ളതല്ലേ, ഊരിക്കളയാം. അകത്ത് വേറെ ഇന്നറുണ്ടല്ലോ, നിനക്ക് കൂടുതൽ കംഫർട്ട് ആവുകയും ചെയ്യും. സാഗറിൻ്റെ ശബ്ദം ഇപ്പോൾ ഒരാജ്ഞ പോലെയായിരുന്നു. അവൾ പ്രതികരിക്കും മുമ്പേ സാഗർ മുൻകൈ എടുത്ത് തൻ്റെ ആഗ്രഹം നടത്തി കഴിഞ്ഞിരുന്നു. കൃതിക ഞെട്ടിപ്പോയി. തൻ്റെ ഭാവി അമ്മായിയപ്പൻ്റെ മുന്നിൽ ആ രീതിയിൽ താൻ നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം അവളെ തളർത്തി. അവൾ പെട്ടെന്ന് തൻ്റെ കൈകൾ ക്രോസ് ചെയ്ത് മാറിലേക്ക് വെച്ച് വിറയലോടെ കുനിഞ്ഞു. സർ പ്ലീസ്, അതൊന്നും കുഴപ്പമില്ല, അതിങ്ങ് താ. അവളുടെ ശബ്ദം കരച്ചിലിൻ്റെ വക്കോളം എത്തി. സാഗർ ആ ടീഷർട്ട് ബെഡിനപ്പുറത്തേക്ക് എറിഞ്ഞിട്ട് സമാധാനിപ്പിക്കുന്ന സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. റിലാക്സ് കൃതിക, എന്തിനാ നീ പേടിക്കുന്നത്? ഇതൊരു സ്പാ ട്രീറ്റ്മെൻറ്റ് മാത്രമാണ്. ഇതിൽ നീയും ഞാനും തമ്മിലൊരു മറയുടെ ആവശ്യമില്ല. ഈ വസ്ത്രങ്ങൾ നിനക്ക് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കുകയായിരുന്നു. ഇപ്പം നോക്കൂ, നിനക്ക് എത്ര ഫ്രീ ആയി കൈകൾ ചലിപ്പിക്കാം. എന്തൊരു എളുപ്പമായിരിക്കും. അയാൾ അവളുടെ വിറയ്ക്കുന്ന തോളുകളിൽ കൈകൾ വെച്ച് മൃദുവായി തഴുകി. ബി പ്രൊഫഷണൽ മോളെ. ഒരു പ്രൊഫഷണൽ മസാജർ തൻ്റെ ശരീരത്തെക്കുറിച്ചല്ല, ക്ലയൻറ്റിൻ്റെ റിലാക്സേഷനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഞാൻ നിൻ്റെ ശരീരഭംഗി കാണാനല്ല ഇവിടെ വന്നത്, നിൻ്റെ കൈപ്പുണ്യം അനുഭവിക്കാനാ. സോ ഡോണ്ട് ബി ഷൈ. അയാളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്കൊരു നിമിഷം ആശ്വാസം തോന്നിയെങ്കിലും തൻ്റെ ശരീരത്തേക്ക് ആർത്തിയോടെ നോക്കുന്ന സാഗറിൻ്റെ കണ്ണുകൾ അവൾ കാണുന്നുണ്ടായിരുന്നു. കറുത്ത സ്ലീവ്ലെസ് ബനിയനും ഷോർട്ട്സും മാത്രം ധരിച്ച് സാഗറിൻ്റെ അടുത്ത് ചേർന്നിരിക്കുന്ന അവസ്ഥ കൃതികയെ മാനസികമായി തളർത്തിക്കളഞ്ഞു. അവൾക്കിപ്പോൾ സാഗറിനെ ഒരമ്മായിയപ്പനായി കാണാൻ പോലും കഴിയുന്നില്ല.
തൻ്റെ മുന്നിലിരിക്കുന്നത് കാമത്താൽ ജ്വലിക്കുന്ന ഒരു പുരുഷനാണെന്ന് അവൾ മനസ്സിലാക്കി. സാഗർ അവളുടെ കൈകൾ പതിയെ തൻ്റെ നെഞ്ചിലേക്ക് തിരികെ വെപ്പിച്ചു. ഇനി തുടങ്ങൂ, ഐ ആം വെയിറ്റിംഗ്. സാഗറിൻ്റെ വാക്കുകൾ തൽക്കാലം വിശ്വസിച്ച് ജാള്യത മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് കൃതിക വീണ്ടും മസാജ് തുടങ്ങി. തൻ്റെ തൊട്ടു മുന്നിൽ ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി കിടന്ന് മസാജ് ചെയ്യുന്നത് അയാളുടെ പുരുഷനെ ഭ്രാന്ത് പിടിപ്പിച്ചു. സാഗർ പതുക്കെ കൈനീട്ടി അവളുടെ തോളിൽ വിരലുകൾ കൊണ്ട് തലോടി. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കൃതിക, ഇതും ഞങ്ങളുടെ ഡിസൈനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫഷണൽ മോഡലിനേക്കാൾ ഈ സ്ലീവ്ലെസ് ബനിയൻ നിനക്കാണ് ചേരുന്നത്. നിൻ്റെ ഈ ആകാരവടിവിൽ ഈ സ്ലീവ്ലെസ് ബനിയൻ ശരിക്കും ചേരുന്നുണ്ട്. അയാൾ ആക്രാന്തത്തോടെ മന്ത്രിച്ചു. അയാൾ അവളുടെ അടുത്തേക്ക് അല്പം കൂടി നീങ്ങി. നോക്ക്, ഈ ഡിസൈൻ കണ്ടോ? ഇത് നിൻ്റെ സ്കിൻ കളറിന് എത്രത്തോളമാണ് മാച്ച് ആകുന്നത് എന്ന് നീ കണ്ടോ? കൃതിക, നിൻ്റെ ബോഡി സ്ട്രക്ചർ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. സാഗർ പതുക്കെ മന്ത്രിച്ചു. അയാളുടെ നോട്ടം അവളുടെ അവിടേക്ക് തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. അവൾ മൂളിക്കൊണ്ട് മസാജ് തുടർന്നു. ഇത്രയും തികഞ്ഞൊരു സുന്ദര രൂപം ഞാൻ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. സാഗർ അവളുടെ കണ്ണുകളിലേക്ക് കൊതിയോടെ നോക്കി. തൻ്റെ മകൻ്റെ ഭാവി വധുവാണെന്ന കാര്യമറിയാതെ ഒരു വേട്ടക്കാരൻ ഇരയെ നോക്കുന്ന പോലെ അയാൾ അവളുടെ ഓരോ അഴകുകളും കണ്ണുകൾ കൊണ്ട് നുകർന്നു. കൃതിക ആ സമയത്ത് കണ്ണുകൾ അടച്ച് ഏകാഗ്രതയോടെ മസാജ് ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ സാഗർ അല്പം മുന്നോട്ടാഞ്ഞ് ഒരു കുസൃതി കാണിച്ചു. കൃതികയുടെ ഹൃദയം നിലച്ചുപോയി. അവൾ പരിഭ്രമിച്ച് സാഗറിന് മുകളിൽ നിന്നും ദ്രുതഗതിയിൽ എണീറ്റു. അവളുടെ കണ്ണുകളിൽ ഭയവും അവിശ്വസനീയതയുമായിരുന്നു. എന്നാൽ ആ നിമിഷം തന്നെ അവളുടെ ഫോൺ ബെല്ലടിച്ചു. അത് രേഖയായിരുന്നു. വിറയ്ക്കുന്ന കൈകളോടെ ബെഡിൽ നിന്നും മാറി ഫോൺ എടുത്ത കൃതികയോട് രേഖ പരിഭ്രാന്തിയോട് പറഞ്ഞു. എടി കൃതിക, ഒരു വലിയ പ്രശ്നമുണ്ട്. ഞാൻ ഇപ്പോഴാണ് ബുക്കിംഗ് ഡീറ്റെയിൽസ് കൃത്യമായി ശ്രദ്ധിച്ചത്. എന്താ ചേച്ചി, എന്ത് പറ്റി? കൃതിക വിക്കി വിക്കി ചോദിച്ചു. അയാൾ ബുക്ക് ചെയ്തിരിക്കുന്ന സാധാരണ മസാജിനല്ല, അത് ബോഡി ടു ബോഡി മസാജാ. കൂടെ ഒരു ഹാപ്പി എൻഡിങ്ങും പുള്ളി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കേട്ട കൃതിക തകർന്നു പോയി. എന്ത്? ചേച്ചി, ഞാനിത് നിർത്തുക, എനിക്കിത് പറ്റില്ല. അവൾ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പൊന്നു മോളെ, നിർത്തല്ലേ. രേഖ കെഞ്ചി. നീ ഇപ്പോൾ ഇറങ്ങിപ്പോയാൽ ഞങ്ങളുടെ 2 പേരുടെയും പണി പോകും. നിന്നെ സഹായിക്കാൻ നോക്കി എന്നെ നീ തെരുവിലാക്കണോ? പ്ലീസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. ചേച്ചി, ഞാൻ എങ്ങനെയാ ഇതൊക്കെ ചെയ്യുന്നത്? ചേച്ചിക്ക് അറിയാവുന്നതല്ലേ കാര്യങ്ങൾ മൊത്തം? കൃതിക കരച്ചിലിന് വക്കിലെത്തി ചോദിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, വസ്ത്രങ്ങൾ പൂർണ്ണമായി മാറ്റാതെ തന്നെ അത് മാനേജ് ചെയ്യാൻ നോക്ക്. പക്ഷേ പുള്ളിയെ തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ചേച്ചിയുടെ ശവം കാണേണ്ടി വരും. പ്ലീസ് കൃതിക. അയ്യോ ചേച്ചി, എന്തൊക്കെയാ പറയുന്നത്? എടി പ്ലീസ്. രേഖ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്തു. കൃതിക മരവിച്ച് നിൽക്കുമ്പോഴാണ് ബെഡിൽ നിന്നൊരനക്കം കേട്ടത്. സാഗർ പതുക്കെ എഴുന്നേറ്റു. അയാളുടെ മുഖത്ത് ഇപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ ഗൗരവമല്ല, മറിച്ച് ലക്ഷ്യം ഉറപ്പിച്ച ഒരു വേട്ടക്കാരൻ്റെ ഭാവമായിരുന്നു. എന്താ കൃതിക, ആരുടെ ഫോണായിരുന്നു അത്? അയാൾ ചോദിച്ചു. പക്ഷേ അവളുടെ മറുപടിക്കായി അയാൾ കാത്തു നിന്നില്ല. അയാൾ ബോഡി ടു ബോഡി മസാജിന് ഒരുങ്ങിത്തന്നെ നിന്നു. രേഖ പറഞ്ഞ ബോഡി ടു ബോഡി മസാജിൻ്റെ ഭീകരത എന്താണെന്ന് അവൾക്ക് നല്ലതുപോലെ മനസ്സിലായിരുന്നു. സാഗർ പതുക്കെ ആ ലെതർ ബെഡിലേക്ക് മലർന്നു കിടന്നു. എണ്ണമയമുള്ള ആ വെളുത്ത ബെഡിൽ അയാളുടെ കറുത്ത രോമങ്ങളുള്ള നെഞ്ച് വെട്ടിത്തിളങ്ങുന്നുണ്ടായിരുന്നു. കം കൃതിക, എന്തിനാ അവിടെ നിൽക്കുന്നത്? ഞാൻ ബുക്ക് ചെയ്തത് എന്തിനാണെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ടൈം വേസ്റ്റ് ചെയ്യണ്ട, ഇങ്ങോട്ട് വാ. സാഗർ തൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദത്തിൽ കലിപ്പിച്ചു. അയാളുടെ ആ രൂപവും മറ്റും കണ്ടപ്പോൾ കൃതികയുടെ കാലുകൾ വിറച്ചു. തൻ്റെ അമ്മായിയപ്പൻ ഇത്രയും കരുത്തനായൊരു പുരുഷനാണെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തൻ്റെ ഭാവി അമ്മായിയപ്പനെ ഈ കോലത്തിൽ കാണേണ്ടി വന്നതിൻ്റെ ഞെട്ടലിൽ അവൾ കണ്ണുകൾ വെട്ടിച്ചു. സർ,
രേഖ ചേച്ചി വിളിച്ചിരുന്നു, പക്ഷേ എനിക്കിത് പറ്റില്ല. അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത് ബോഡി ടു ബോഡി മസാജാണെന്ന് ഞാൻ അറിഞ്ഞില്ല. വെറും മസാജാണെന്നാണ് വിചാരിച്ചത്. പ്ലീസ് സാർ, ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല. സാഗർ തൻ്റെ കൈകൾ തലയ്ക്ക് പിന്നിൽ വെച്ച് ഒരു പുച്ഛച്ചിരിയോടെ അവളെ നോക്കി. ബുക്കിംഗ് ഡീറ്റെയിൽസ് കൃത്യമായി വായിക്കാത്തത് നിൻ്റെ തെറ്റാ കൃതിക. ഞാൻ ബുക്ക് ചെയ്തത് ബോഡി ടു ബോഡി സർവീസാണ്. അതിന് പണവും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പറ്റില്ലെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് നിരക്കാത്തതാണ്. നിൻ്റെ ഈ വാശി കാരണം നിൻ്റെ സ്പായ്ക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാം. രേഖയുടെയും അവിടെയുള്ള മറ്റുള്ളവരുടെയും ജോലി തെറിക്കാൻ അത് മതിയാകും. കാര്യം കൈവിട്ടു പോകുമെന്ന് മനസ്സിലായ കൃതിക സത്യം പറഞ്ഞു. സർ പ്ലീസ്, എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ടിനുവിൻ്റെ ഗേൾ ഫ്രണ്ടാണ്. ഞങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. ഡാഡിയുടെ അനുവാദത്തിനായി വന്നതാണ്. ഇന്നൊന്നും ഒരിക്കലും ഇങ്ങനെ ആകുമെന്ന് ഞാൻ ഓർത്തില്ല. പ്ലീസ് സാർ, എന്നെ മരുമോളെ പോലെ കാണണം. സാഗർ അത് കേട്ട് അട്ടഹസിച്ച് ചിരിച്ചു. ആ കിടപ്പിൽ അയാളുടെ ചിരി ആ മുറിയിൽ മുഴങ്ങി. ടിനുവിൻ്റെ കാമുകിയോ? ഹോ, കൊള്ളാം. കഴിഞ്ഞ ആഴ്ചയെ ഒരുത്തി ഇതേ ഡയലോഗുമായി എൻ്റെ അടുത്ത് വന്നിരുന്നു. നീ വെറുതെ പറയണ്ട. അല്ല സർ, സത്യമാ. ഞാൻ വിളിക്കാം അവനെ. വേണ്ട, ഞാൻ വിളിക്കാം സ്പായിലേക്ക്. അയാൾ ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ ഫോൺ എടുത്ത് സ്പായിലെ നമ്പറിലേക്ക് വിരൽ നീക്കി. അയാളുടെ കണ്ണുകളിൽ കാമം കത്തുന്നുണ്ടായിരുന്നു. നോക്ക് കൃതിക, ഇനി അധികം സമയം കളയാൻ എനിക്കില്ല. ഞാൻ തിരക്കുള്ള ബിസിനസ്മാനാണ്. ഒന്നുകിൽ നീ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ തന്നെ സ്പായിലേക്ക് വിളിക്കും. നാളെ രാവിലെ മാനേജറും സ്റ്റാഫും തെരുവിൽ നിൽക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. നീ തീരുമാനിച്ചോ? നാണക്കേടിയും പേടിയും കൊണ്ട് കൃതിക ഉരുകിപ്പോയി. പക്ഷേ തൻ്റെ കല്യാണം എന്തായാലും തീരുമാനമായി. പക്ഷേ രേഖയുടെ പണി പോകാതിരിക്കാൻ ഈ സിംഹത്തെ മെരുക്കിയേ തീരുവെന്നവൾ ഉറപ്പിച്ചു. എങ്കിലും അത് തനിക്ക് ദോഷം പറ്റാതെയും ആകണമെന്ന് അവൾ തീരുമാനിച്ചു. നിവൃത്തിയില്ലാതെ ഒരു യന്ത്രത്തെ പോലെ കൃതിക വിറയ്ക്കുന്ന കൈകളുമായി വീണ്ടും ആ ലെതർ ബെഡിലേക്ക് കയറി. അവൾ പതുക്കെ അയാളുടെ മുഖത്തേക്ക് നോക്കി. സാഗറിൻ്റെ കണ്ണുകളിൽ കത്തുന്ന കാമമായിരുന്നു. പിന്നീട് അങ്ങോട്ട് സാഗർ പറഞ്ഞതുപോലെ എല്ലാം അവൾക്ക് ചെയ്യേണ്ടി വന്നു. അവളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് ഒടുക്കം മകന് വേണ്ടി സൂക്ഷിച്ച് വെച്ചതൊക്കെയും അപ്പൻ കവർന്നെടുത്തു. അയാളെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തിയ ശേഷം അവൾ കുളിക്കാനായി പോയി. ഷവറിന് താഴെ നിൽക്കുമ്പോൾ കൃതികയുടെ ഉള്ളിൽ ചിന്തകൾ കാട് കയറുകയായിരുന്നു. താൻ ഇത്രയും കാലം കാത്തു സൂക്ഷിച്ച പരിശുദ്ധി, ടിനുവിനോടുള്ള പ്രണയം എല്ലാം ഈ 4 ചുവരുകൾക്കുള്ളിൽ അവസാനിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ടിനുവിൻ്റെ മുന്നിൽ പഴയ കൃതികയായി നിൽക്കാൻ തനിക്ക് കഴിയില്ലെന്ന സത്യം അവളെ തളർത്തി. എങ്കിലും തൻ്റെ ആത്മത്യാഗം കൊണ്ട് രേഖ ചേച്ചിയുടെയും മറ്റുള്ളവരുടെയും ജോലി സംരക്ഷിക്കപ്പെട്ടുവെന്ന നേരിയ ആശ്വാസം ഒരു നീറ്റലായി അവളിൽ ബാക്കി നിന്നു. അവൾ കുളി കഴിഞ്ഞ് നനഞ്ഞ മുടിയുമായി പുറത്തിറങ്ങി. അവിടെ ബെഡിൽ അവൾ അഴിച്ചു വെച്ച ടീഷർട്ടും സാഗർ തൻ്റെ കയ്യിൽ എടുത്തു പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ പഴയ ആർത്തി മാഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി കൂടെ എൻ്റെ കൂടെ നിന്നൂടെ മോളെ? അയാൾ കൊതിയോടെ ചോദിച്ചു. അവൾ ആ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ചു. തൻ്റെ വസ്ത്രങ്ങൾ അയാളുടെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങി. നിൻ്റെ നമ്പർ ഒന്ന് താടി, അയാൾ ചോദിച്ചു. അവൾ മറുപടി പറഞ്ഞില്ല. അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. അവൾ വേഗം ബാക്കി വസ്ത്രങ്ങൾ ധരിച്ചു തുടങ്ങി. അവൾ പോകാൻ തയ്യാറെടുത്ത് വാതിലിനടുത്തേക്ക് നടന്നപ്പോൾ സാഗർ അവളെ തടഞ്ഞു. അങ്ങനെ അങ്ങ് പോകല്ലേ. അയാൾ ആക്രാന്തത്തോടെ അവളെ വട്ടം പിടിച്ചു. അവളൊന്ന് ഞെട്ടിപ്പോയി. അയാൾ അവളുടെ കഴുത്തിലും മുഖത്തും ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. നിന്നെ ഒന്നുകൂടെ എനിക്ക് വേണം. അവൾ അയാളെ തള്ളി മാറ്റി തിരക്കിട്ട് ഹാളിലേക്കിറങ്ങി. എന്നാൽ ഹാളിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവളെ ഞെട്ടിച്ചു കളഞ്ഞു. മുന്നിലൊരു കാറ് വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും ആവേശത്തോടെ ഇറങ്ങി വരുന്നത് ടിനുവായിരുന്നു. ഹാളിൽ ആ മങ്ങിയ വെളിച്ചത്തിൽ ടിനുവിനെ കണ്ടതും കൃതികയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ പാഞ്ഞുപോയി. ഭയവും നാണക്കേടും കൊണ്ട് അവളുടെ ഹൃദയമിടിപ്പ് നിലയ്ക്കുന്ന അവസ്ഥയിലായി.
തൻ്റെ വസ്ത്രങ്ങളിലെ ചുളിവുകളും നനഞ്ഞ മുടിയും ടിനു ശ്രദ്ധിക്കുമോ എന്നവൾ ഭയന്നു. കൃതിക, നീ എന്താ ഇവിടെ ഈ നേരത്ത്? ടിനു അത്ഭുതത്തോടെ ചോദിച്ചു. അത് ഞാൻ, അവൾ വിക്കി. മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ അവൾ ഉമിനീരിറക്കി. അപ്പോഴാണ് സാഗർ അങ്ങോട്ടേക്ക് വന്നത്. ടിനു ആവേശത്തോടെ പപ്പയുടെ അടുത്തേക്ക് നടന്നു. ഡാഡ്, ഇതാണ് ഞാൻ പറഞ്ഞ പെണ്ണ്, എൻ്റെ കൃതിക. സാഗർ ആദ്യം ഒന്ന് പകച്ചെങ്കിലും തൻ്റെ ചുണ്ടിൽ ഒരു വന്യമായ ചിരി ഒളിപ്പിച്ചു വെച്ച് അവളെ അടിമുടി നോക്കി. ഓഹോ, അപ്പോൾ ഈ പെണ്ണാണല്ലേ നീ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്? യെസ് ഡാഡ്, അത് തന്നെ. ഡാഡ് അവളെ പരിചയപ്പെട്ടോ? ടിനു ആകാംക്ഷയോടെ ചോദിച്ചു. സാഗർ കൃതികയുടെ അരികിലേക്ക് നടന്നു വന്നു. അവളുടെ വിറയ്ക്കുന്ന തോളിലൂടെ അയാൾ തൻ്റെ കരുത്തുറ്റ കൈകൾ വട്ടം പിടിച്ചു. അവളൊന്ന് പിടഞ്ഞെങ്കിലും ടിനുവിന് മുന്നിൽ അത് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല. നന്നായി തന്നെ പരിചയപ്പെട്ടു മോനെ, നിന്റെ സെലക്ഷൻ കൊള്ളാം, ഒത്തിരി ഇഷ്ടമായി. സാഗർ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ ചേർത്ത് പിടിച്ചു. ആ സ്പർശനത്തിൽ നീ എൻ്റേതാണ് എന്നൊരധികാരമുണ്ടായിരുന്നു. നമുക്കിത് ഫിക്സ് ചെയ്യാൻ ടിനു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ മരുമകളെ. ഇന്ന് തന്നെ കൃതികയുടെ വീട്ടുകാരുമായി നമ്മൾ സംസാരിക്കുന്നു, കല്യാണം ഉറപ്പിക്കുന്നു, പോരെ? സാഗർ പ്രഖ്യാപിച്ചു. താങ്ക്സ് ഡാഡ്, ഐ ആം സോ ഹാപ്പി. ടിനു ആവേശത്തോടെ പപ്പയെ കെട്ടിപ്പിടിച്ചു. തൻ്റെ കാമുകിയെ പപ്പ അംഗീകരിച്ചതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു അവൻ. എന്നാൽ കൃതികയുടെ ഉള്ളിൽ ഒരു ഞെട്ടലായിരുന്നു. ഇയാളിതെന്ത് ഭാവിച്ചാണെന്ന് അവൾ ഓർത്തു. പിന്നെ അതിനു മുമ്പൊരു കാര്യം, സാഗർ ഗൗരവത്തിൽ പറഞ്ഞു. എന്താ ഡാഡ്? ടിനു ചോദിച്ചു. സാഗർ കൃതികയുടെ മുഖത്തേക്ക് നോക്കി കണ്ണിറുക്കി. എന്തായാലും എനിക്ക് ഓക്കെയാണ് മോനെ. ഇനി എൻ്റെ ബിസിനസ് ഇവളും കൂടെ നോക്കി നടത്തേണ്ടതാ. അതിലും ഇടുക്കിയാണോ എന്നൊക്കെ എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. എനിക്കാണെങ്കിൽ അടുത്ത ആഴ്ച സിംഗപ്പൂർ വരെ ഒരു ബിസിനസ് ആവശ്യത്തിന് പോകണം. ഇവളും കൂടെ പോരട്ടെ? അതാവുമ്പോൾ എനിക്കിവളെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഷുവർ ഡാഡ്, അതിനെന്താ, അവൾ വരും. ടിനു സന്തോഷത്തോടെ സമ്മതിച്ചു. സാഗറിൻ്റെ ആ വാക്കുകൾ കേട്ടതും കൃതികയുടെ ഉള്ളിൽ ഒരു വെടി പൊട്ടി. ടെസ്റ്റ് ചെയ്യുക എന്നതുകൊണ്ട് അയാൾ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് അവൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു. സിംഗപ്പൂരിലെ ആഡംബര മുറികളിൽ വെച്ച് തന്നെ ഇനിയും പെരുമാറാൻ അയാൾ ഒരുങ്ങുകയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ടിനുവിൻ്റെ നിഷ്കളങ്കമായ വിശ്വാസവും സാഗറിൻ്റെ തീ പോലെയുള്ള കാമവും ഒരേപോലെ അവളെ ശ്വാസം മുട്ടിച്ചു. മരുമകൾ എന്ന പദവിക്കപ്പുറം ഡാഡിയുടെയും മകൻ്റെയും ഒരു ഭാര്യ എന്ന നിലയിൽ അവൾ സ്വയം മാറുകയായിരുന്നു. സാഗർ പതുക്കെ കൃതികയുടെ അടുത്തേക്ക് നീങ്ങി. അല്പം മുമ്പ് ആ ബെഡിൽ വെച്ച് അവളെ പണിത അതേ കൈകൾ ഇപ്പോൾ ഒരു വാത്സല്യനിധിയായ പിതാവിൻ്റേതെന്ന പോലെ അവളുടെ തോളുകളിൽ അമർന്നു. അയാൾ അവളെ തന്നിലേക്ക് ഒന്നും കൂടെ ചേർത്ത് പിടിച്ചു. കൃതിക വിറച്ചുപോയി. അയാളുടെ ശരീരത്തിൽ നിന്നും ഇപ്പോഴും തൻ്റെ ശരീരത്തിൻ്റെയും ആ മസാജ് ഓയിലിൻ്റെയും ഗന്ധം വരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. സാഗർ കുനിഞ്ഞ് അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു. ആ ചുംബനം ഒരനുഗ്രഹമായിരുന്നില്ല, മറിച്ച് അവളുടെ മേലുള്ള തൻ്റെ ആധിപത്യത്തിൻ്റെ മുദ്രയായിരുന്നു. നീ എന്നെ വല്ലാതെ ഇംപ്രസ് ചെയ്തു മോളെ, ഐ ലവ് ഇറ്റ്. സാഗർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അർദ്ധഗർഭമായി മന്ത്രിച്ചു. ടിനുവിൻ്റെ സെലക്ഷൻ ഇത്ര മികച്ചതായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നിൻ്റെ ഈ സ്വഭാവം, നിൻ്റെ അടക്ക ഒതുക്കം എല്ലാം എനിക്ക് ബോധിച്ചു. അയാളുടെ ആ വാക്കുകൾ കേട്ടതും ടിനുവിൻ്റെ കണ്ണുകൾ ആനന്ദം കൊണ്ട് നിറഞ്ഞു. തൻ്റെ ഡാഡിയുടെ അംഗീകാരം ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. തൻ്റെ പ്രണയിനിയെ ഡാഡി നെറ്റിയിൽ ഉമ്മ വെച്ച് സ്വീകരിച്ചത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ എല്ലാ ആശങ്കകളും മാറി. ഡാഡ്, താങ്ക്സ് ഡാഡ്. ടിനു വികാരാധീനനായി തൻ്റെ പപ്പയെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ആ ഡാഡിയും മോനും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് കൃതിക നോക്കി നിന്നു. ഒരാൾ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവൻ, മറ്റൊരാൾ തൻ്റെ സർവസ്വവും കവർന്നവൻ. തൻ്റെ മകൻ്റെ ആലിംഗനത്തിനുള്ളിൽ കിടന്നുകൊണ്ട് സാഗർ കൃതികയെ നോക്കി ഒന്ന് കണ്ണിറുക്കി.
സിംഗപ്പൂർ യാത്രയും വരാനിരിക്കുന്ന രാത്രികളും തൻ്റേത് മാത്രമാണെന്ന മുഖഭാവം അയാൾക്കുണ്ടായിരുന്നു. ഈ സ്റ്റോറി തീർന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ളൊരു പോർഷൻ ഞാൻ നമ്മുടെ പ്രീമിയം ചാനലിലായിരിക്കും ഇടുന്നത്. അത് കേൾക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. പിന്നെ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് പുതിയ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.